മലപ്പുറം പാങ്ങിൽ രക്ഷിതാക്കൾ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണമുയർന്ന ഒരു വയസ്സുകാരന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, മഞ്ഞപ്പിത്തം ബാധിച്ച് തന്നെയാണ് കുഞ്ഞ് മരിച്ചത് എന്ന സ്ഥിരീകരണം വരികയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാകും പോലീസിന്റെ തുടർ നടപടികൾ? ദിവ്യ, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരമാണ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷം ആയിരിക്കും ഇതിന് ഒരു കൃത്യമായ ഒരു വിവരം ലഭിക്കുക. മരണകാരണം എന്തെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭിക്കുക. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിവരം തന്നെയാണ്, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പോലീസിന് ആ വിവരം കൈമാറിയിട്ടും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ആന്തരികാവയവങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം 2 ദിവസത്തിനകം തന്നെ ആ പരിശോധനാ ഫലം വരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും ഇതിനകത്തൊരു നടപടിയിലേക്ക് ഒരുപക്ഷെ പോലീസ് നീങ്ങുക. കുഞ്ഞിന് നേരത്തെ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അത് മാതാപിതാക്കൾ തന്നെ കുഞ്ഞിന് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, നേരത്തെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, പിന്നീട് അത് ഭേദമായതാണ് എന്ന് മാതാപിതാക്കൾ കുഞ്ഞിന് ഈ പോലീസിന് മൊഴി നൽകിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ മഞ്ഞപ്പിത്തം വന്ന സമയത്ത് കൃത്യമായ ഒരു ചികിത്സ നൽകിയിരുന്നില്ല. ഇവരുടേതായ രീതിയിലുള്ള ചികിത്സ മാത്രമാണ്, അതായത് ഈ അക്യൂപങ്ക്ചർ പോലുള്ള അത്തരത്തിലുള്ള ചികിത്സ മാത്രമാണ് കുഞ്ഞിന് നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു വിവരം. മാത്രമല്ല, ഈ മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ മാത്രമല്ല, നേരത്തെയും മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോഴൊന്നും തന്നെ ഇവർ കൃത്യമായ ഒരു ചികിത്സ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്നില്ല. ഇവരുടേതായ രീതിയിലുള്ള വീട്ടിൽ നിന്നുള്ള ചികിത്സ മാത്രമാണ് നൽകിയിരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മഞ്ഞപ്പിത്തം പിന്നീട് അത് മൂർച്ഛിക്കുകയും അത് തന്നെയാകാം മരണകാരണവും എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇനി ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു കൃത്യമായ വിവരം അല്ലെങ്കിൽ ഒരു മരണകാരണം എന്താണെന്ന് സംബന്ധിച്ച ഒരു വിവരം ലഭ്യമാകുക. ഈ ദമ്പതികൾ, അതായത് നവാസ് ഹിറ ഹരീറ ദമ്പതികൾ, അവർ ഈ മോഡേൺ മെഡിസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരികയും അക്യൂപഞ്ചർ ചികിത്സയ്ക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരാൾ കൂടിയായിരുന്നു. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സ നൽകാത്തതും ഈ അക്യൂപഞ്ചർ പോലുള്ള അല്ലെങ്കിൽ അവരുടേതായ രീതിയിലുള്ള ചികിത്സ നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിലവിലെ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം അനുസരിച്ച് നേരത്തെ വന്നിരുന്ന മഞ്ഞപ്പിത്തം അത് മൂർച്ഛിച്ച് തന്നെ ആകാം ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം ഇതിലൊരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ദിവ്യ, ഒരു വയസ്സുകാരന്റെ മരണം മഞ്ഞപ്പിത്തം ബാധിച്ചു തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ജംഷീർ കുടിയാണ് വിവരങ്ങൾ നൽകിയത്.